ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. എൻ്റെ ജീവിതാനുഭവങ്ങളുടെ ബന്ധത്തിൽ ദൈവവചനം ധ്യാനിക്കുവാനാണ് ഞാൻ ഈ കാലത്തൊക്കെ ശ്രമിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതാനുഭവങ്ങളോട് ബന്ധപ്പെടുത്തി ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ആധാരമായി ഞാൻ എടുത്തിരിക്കുന്ന ഒരു വാക്യമുണ്ട്. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യമാണ് ഒരു വാക്യമായി വായിക്കാൻ ഞാൻ എടുക്കുന്നത്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. പരിമിതിക്കുള്ളിലാണ്. പരിമിതിക്കുള്ളിൽ കിടക്കുന്നവന് പെറുപെറുപ്പാണ് സഹജമായി വരുന്നത്. പരാതികളാണ് സഹജമായി വരുന്നത്. ആമത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ പറയുന്നൊരു വാക്യമുണ്ട് ഇതിനകത്ത്. 1-ാം അധ്യായം 6-ാം വാക്യം. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം. ചങ്ങലക്കകത്ത് കിടക്കുമ്പോഴും ഈ മനുഷ്യൻ പറയും, ഓർക്കുമ്പോഴൊക്കെ എന്തേ ഉള്ളൂ, ഓർക്കുമ്പോഴൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനിങ്ങനെ വിളിച്ചു പറയും, കയ്യും കാലുമൊക്കെ ബന്ധിക്കപ്പെട്ടെങ്കിലും ഹൃദയത്തിനകത്ത് നാവിൻ തുമ്പിൽ സ്തോത്രം തരുന്ന ദൈവമുണ്ടെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഒരു ലേഖനമാണ് ഏതു ലേഖനം? ഫിലിപ്പി ലേഖനം. ആലോചിച്ച് നോക്കുക. സാഹചര്യങ്ങളൊക്കെ പരിവരുത്തതാണ്. പെരുവിൽക്കുവാനും പരാതി പറയുവാനും ഏറെയുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ പറയും, ഓർക്കുമ്പോഴൊക്കെ ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൻ്റെ ഏത് പരിപരുത്തിയ അനുഭവത്തിലും നാവിൻ തുമ്പിൽ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാൻ പ്രേരണ നൽകുന്ന, ഉൾപ്രേരണ നൽകുന്ന ഒരു ലേഖനമായതുകൊണ്ട് ഈ ലേഖനത്തെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. 1-ാമത്തെ കാര്യം. 2-ാമത് ഈ ലേഖനം ഇഷ്ടപ്പെടാൻ കാരണം, ഈ ലേഖനത്തിൻ്റെ ഒരു വാക്യമുണ്ട്. 1:21 എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാണ്. ജീവിതമുണ്ടെങ്കിൽ ആ ജീവിതം ക്രിസ്തുവിന് വേണ്ടിയാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി അതും ചെയ്ത് ഇതും ചെയ്ത് നഷ്ടപ്പെടുത്താനുള്ളതല്ല ജീവിതമെന്നും, ജീവിതം യേശു ക്രിസ്തുവിന് വേണ്ടിയാണെന്നും, ജീവിതമുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടിയാണെന്നും എന്നെ വെല്ലുവിളിക്കുന്ന ലേഖനമാണ്. ഏത് ലേഖനം? ഫിലിപ്പി ലേഖനം. ഇരുന്ന് തുരുമ്പിക്കാനല്ല, ക്രിസ്തുവിന് വേണ്ടി എരിഞ്ഞു തീരണമെന്ന് വളരെ വ്യക്തമായി ആഹ്വാനം ചെയ്യുന്ന ഒരു പുസ്തകമാണ്, ലേഖനമാണ് ഫിലിപ്പി ലേഖനം. 2 കാര്യം ഞാൻ പറഞ്ഞു. 3-ാമതായി ഈ പുസ്തകം ഇഷ്ടപ്പെടാൻ 3-ാമത്തെ കാരണം, ഇതിനകത്ത് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് ഫിലിപ്പി ലേഖനം. സന്തോഷിപ്പീൻ എന്നാണ് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വാക്ക്. അതുകൊണ്ടാണ് ഈ ലേഖനത്തെ എപ്പിസൽ ഓഫ് ജോയ് എന്ന് പറയുന്നത്, സന്തോഷത്തിൽ ലേഖനം എന്ന് പറയുന്നത്. ജീവിതത്തിൽ സന്തോഷിക്കുവാൻ ചില കാരണങ്ങളുണ്ടെന്നും കാര്യമുണ്ടെന്നും, നിരാശപ്പെട്ടൊരു മൂലയ്ക്കിരിക്കേണ്ടവനല്ല ദൈവവേദനെന്നും വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കുന്ന ലേഖനമായതിനാലാണ് ഈ പുസ്തകത്തെ ഞാൻ അമിതമായും ഇഷ്ടപ്പെടുന്നത്. ഇപ്പം 3 കാര്യങ്ങൾ പറഞ്ഞു. 1, കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും നാവിൻ തുമ്പിൽ പരിപരത്ത അനുഭവത്തിലും സ്തോത്രം ചെയ്ത് ജീവിക്കുവാൻ കെൽപ്പ് തരുന്ന ദൈവമുണ്ടെന്ന് പഠിപ്പിക്കുന്നു. ജീവിതമെന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി എരിഞ്ഞില്ലാതാകുന്നതാണെന്നും, ഏത് സാഹചര്യത്തിലും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമെന്നും പഠിപ്പിക്കുന്ന പുസ്തകമായതിനാൽ ഈ പുസ്തകത്തെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. 4 അധ്യായമുണ്ട് ഈ പുസ്തകത്തിൽ. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ വരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വായിച്ച വേദഭാഗം എന്ന് പറയുന്നത് സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. എന്ത്?
സമാധാനം എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷെ ആധുനിക മനുഷ്യരെല്ലാം ഉണ്ട്, പക്ഷെ എന്തില്ല? സമാധാനം. പല ഭവനങ്ങളിലും വ്യക്തിപരമായ ജീവിതത്തിലുമൊക്കെ സമാധാനം നഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് സമാധാനം നഷ്ടപ്പെടുന്നത്? സമാധാനം ലഭിക്കണമെങ്കിൽ എന്തു വേണമെന്ന് വളരെ വ്യക്തമായി നമ്മെ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു അധ്യായമാണ് 4-ാം അധ്യായം. 1-ാം അധ്യായത്തിൽ മുഖ്യ പ്രമേയം ക്രിസ്തീയ മനോഭാവത്തെക്കുറിച്ചാണ്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൽ മുഖ്യ പ്രമേയം ക്രിസ്തീയ മനോഭാവത്തെക്കുറിച്ചാണ്. 2-ാം അധ്യായത്തിന് മുഖ്യ പ്രമേയം ക്രിസ്തീയ സ്വഭാവത്തെക്കുറിച്ചാണ്. 3-ാം അധ്യായത്തിലെ പ്രമേയം ക്രിസ്തീയ സമർപ്പണത്തെക്കുറിച്ചാണ്. 4-ാം അധ്യായത്തിൽ ക്രിസ്തീയ സമാധാനത്തെക്കുറിച്ചാണ്. അപ്പം 4 അധ്യായവും 4 പ്രമേയം കൈകാര്യം ചെയ്യുന്നതാണ്. 1-ാം അധ്യായത്തിൽ ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ്, 2nd ചാപ്റ്റർ ക്രിസ്ത്യൻ ക്യാരക്ടർ, 3rd ചാപ്റ്റർ ക്രിസ്ത്യൻ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് 4th ചാപ്റ്ററിൽ ക്രിസ്ത്യൻ പീസ്. ഈ 4 ചാപ്റ്റർ തമ്മിൽ യൂണിറ്റി ഉണ്ട്. അതായത് മനോഭാവങ്ങൾ ശരിപ്പെടുമ്പോൾ സ്വഭാവം ശരിപ്പെടും, സ്വഭാവങ്ങൾ ശരിപ്പെടുമ്പോൾ സമർപ്പണം ശരിപ്പെടും, സമർപ്പണം ശരിപ്പെടുമ്പോൾ അനുഭവിക്കുന്ന ആന്തരിക സൗഖ്യമാണ് ഏത്? സമാധാനം എന്ന് പറയുന്നത്. ഇതാണ് ഈ 4 അധ്യായത്തിൻ്റെ യൂണിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തീയ സമാധാനത്തെക്കുറിച്ചാണ്, ദൈവിക സമാധാനത്തെക്കുറിച്ചാണ്. സമാധാനം കളഞ്ഞു പോകുന്ന 4 കാര്യങ്ങൾ ഈ അധ്യായത്തിലുണ്ട്. 4-ാം അധ്യായത്തിന് 2-ാം വാക്യം, ക്രിസ്തുവിൽ ഏക ചിന്തയോടെ ഏക മനസ്സോടിരിപ്പാൻ ഞാൻ യുവോദ്യയോടും സുന്ദകയോടും അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ഫിലിപ്പിയ സഭയിലെ നേതൃത്വത്തിലിരുന്ന 2 സ്ത്രീകളാണ് യുവോദ്യയും സുന്ദകയും. അവരോട് പറയുകയാണ് പൗലോസ്, ദൈവത്തെ ഓർത്ത് ഏകചിന്തയോടെ ഒരുമയോടെ ജീവിക്കണം. ക്രിസ്തുവിൽ ഏകചിന്തയോടെ ഒരുമയോടെ ഒറ്റ മനസ്സോടെ ജീവിക്കണം. അപ്പോൾ സമാധാനം നഷ്ടപ്പെടുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്, എവിടെ ഒരുമ നഷ്ടപ്പെടുമോ അവിടെ എന്ത് നഷ്ടപ്പെടും? അത് ഭവനത്തിലായാലും ശരി, സ്ഥാപനത്തിലായാലും ശരി, എവിടെ ഒരുമ നഷ്ടപ്പെടുമോ, ഐക്യം നഷ്ടപ്പെടുമോ, എവിടെ ഭിന്നതയുണ്ടാകുമോ, ഭിന്നതയുള്ളിടത്ത് എന്തില്ല? സമാധാനം ഇല്ല. ഞാൻ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ടാണ് 2 സ്ത്രീകളെ വിളിച്ചിട്ട്, ഈ സഭയുടെ നേതൃത്വത്തിലുള്ള 2 സ്ത്രീകളെ വിളിച്ച് പറയുന്നത്, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒരുമയോടെ ഒറ്റ മനസ്സോടെ ഒരു ചിന്തയോടെ ഏക മനസ്സോടെ ജീവിക്കണം. അപ്പോൾ ഭിന്നതയുള്ളിടത്ത് സമാധാനം ഇല്ല. അപ്പൊ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്താൽ പിന്നെ എന്തോ പ്രസംഗിക്കാനുള്ളത്? പക്ഷെ ഒന്നുകൂടെ ഞാൻ വിശദീകരിക്കാൻ പോവുകയാണ്. ഭിന്നതയുള്ളിടത്ത് സ്നേഹമില്ല. ഉണ്ടോ? സ്നേഹമുള്ളിടത്ത് ഒരിക്കലും എന്ത് വരത്തില്ല? ഭിന്നത വരത്തില്ല. അപ്പോൾ ഭിന്നതയുള്ളിടത്ത് സ്നേഹമില്ല, സ്നേഹമില്ലാത്തിടത്ത് സമാധാനമില്ല. അപ്പോൾ ഭിന്നത ഇല്ലാത്തിടത്ത് സ്നേഹമുണ്ട്, സ്നേഹമുള്ളിടത്ത് എന്തുണ്ട്? സമാധാനമുണ്ട്. സ്നേഹത്തിൻ്റെ 4 പ്രത്യേകത ഈ ലേഖനത്തിലുണ്ട്. സ്നേഹത്തിന് 4 പ്രത്യേകത. ഫിലിപ്പിയർ 1:7 നിങ്ങളെയൊക്കെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു സിമ്പലാണ്. സ്നേഹത്തിൻ്റെ സിമ്പൽ എന്താണ്? ഹൃദയം. അപ്പം പൗലോസ് പറയും, നിങ്ങളെയൊക്കെ വഹിച്ചിരിക്കുന്നത് എവിടെയാണ്? എൻ്റെ ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ വഹിച്ചിരിക്കുകയാണ്, സൂക്ഷിച്ചിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ അടയാളം ഹൃദയമാണെങ്കിൽ പൗലോസ് പറയുന്നു, നിങ്ങളെയൊക്കെ ഞാൻ വഹിച്ചിരിക്കുന്നു, സൂക്ഷിച്ചിരിക്കുന്നതും എൻ്റെ ഹൃദയത്തിലാണ്. എനിക്കൊരു മോനുണ്ട്, എൻ്റെ പേര്
സ്നേഹിത്തുന്ന, പക്ഷെ ഞാൻ വിളിക്കുന്നത് പാപ്പച്ചനെന്ന്. അവനൊരു പ്രാർത്ഥനയുണ്ട്. അവൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവ് എൻ്റെ അപ്പായെ രക്ഷിക്കണത് ഞാനാണ്, എൻ്റെ അമ്മായി രക്ഷിക്കണം, അവൻ്റെ അമ്മയാണ്, എൻ്റെ ചേച്ചിമാരെ രക്ഷിക്കണം, അമ്മച്ചെ രക്ഷിക്കണം, അവനെ രക്ഷിക്കണം, ആമേൻ. പ്രാർത്ഥന തീർന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിൽ ഈ 4 പേർക്ക് 5 പേർക്ക് ഇടമുള്ളൂ. 5 പേർക്ക് ഇടമുള്ളൂ. നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, ഒരു വ്യക്തിയോട് സ്നേഹമുണ്ടെങ്കിൽ ആ വ്യക്തിക്കുള്ള ഇടം നമ്മുടെ ഹൃദയത്തിലാണ്. നമ്മൾ ഇന്നൊരു ധ്യാനത്തിലിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ആർക്കൊക്കെ ഇടമുണ്ട്? നമ്മൊന്ന് ചിന്തിക്കുക. നമ്മുടെ ഹൃദയത്തിൽ ആർക്കൊക്കെ സ്ഥാനമുണ്ട്? നമ്മുടെ ബന്ധുക്കളല്ലാതെ, നമ്മുടെ മാതാപിതാക്കളല്ലാതെ, നമ്മുടെ സഹോദരങ്ങളല്ലാതെ, അതിനപ്പുറത്ത് ആർക്കൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇടമുണ്ട്? പൗലോസ് പറയുന്നു, നിങ്ങളെയൊക്കെ ഞാൻ വഹിച്ചിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിലാണ്. അപ്പോൾ ഹൃദയത്തിൽ ഇടമുണ്ടെങ്കിൽ നാം ആ വ്യക്തിക്കൂടെ നമുക്ക് എന്തുണ്ട്? സ്നേഹമുണ്ട്. മറ്റൊരാളിൻ്റെ ഹൃദയത്തിൽ ഇടം എത്തുകയാണ്, കണ്ടെത്തുകയാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്. നമ്മുടെ ഹൃദയത്തിൽ ആർക്കൊക്കെ ഇടമുണ്ട്? പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒന്നാമത്തെ കാര്യം, ഭിന്നതയില്ലാത്തിടത്ത് സ്നേഹമുണ്ട്, സ്നേഹമുള്ളിടത്ത് ഹൃദയത്തിൽ ഇടമുണ്ട്, അവിടെ എന്തുണ്ട്? സമാധാനമുണ്ട്. അപ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നെങ്കിൽ എവിടെയോ നമുക്കൊരു ഭിന്നതയുണ്ട്. ഭിന്നതയില്ലാത്തിടത്ത് സ്നേഹമുണ്ട്, അവിടെ ഹൃദയത്തിലിടമുണ്ട്, അവിടെ സമാധാനമുണ്ട്. അടുത്തത്, സ്നേഹത്തിന് അടുത്ത വാക്യം, നിങ്ങളെ എല്ലാവരെയും കാണുവാൻ ഞാൻ വാഞ്ചിക്കുന്നു. പൗലോസ് പറയാം, നിങ്ങളെയൊക്കെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സ്നേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ്, സ്നേഹമുണ്ടെങ്കിൽ കാണാനുള്ള ആഗ്രഹമുണ്ട്. ഇടയ്ക്കൊക്കെ വീട്ടിലോട്ട് ഫോൺ ചെയ്യും. ഫോൺ ചെയ്യുമ്പോൾ മോൻ ആ ഫോൺ എടുക്കുന്നതെങ്കിൽ എന്തോ പ്രസംഗിക്കുന്നതല്ല അവൻ ചോദിക്കുന്നത്. അവൻ ഒറ്റ ചോദ്യമേ ഉള്ളൂ. എന്താ ചോദ്യം? അപ്പ എപ്പോഴാ വരുന്നത്? സ്നേഹമുണ്ടെങ്കിൽ, സ്നേഹമുള്ള വ്യക്തികളെ കാണാനുള്ള ആഗ്രഹമുണ്ട്. ചിലരെ കണ്ടുമുട്ടിപ്പോയല്ലോ എന്ന് തോന്നലുണ്ടെങ്കിൽ, സന്തോഷമില്ലാത്തൊരാളാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എതിരെ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ മുഖമങ്ങ് തിരിക്കുമല്ലെങ്കിൽ നമ്മൾ യു-ടേൺ എടുക്കും. അപ്പം സ്നേഹമുണ്ടെങ്കിൽ കാണാനുള്ള ആഗ്രഹം ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് കോർഡിനേറ്റ് ചെയ്യുകയാണ്. ഭിന്നതയില്ലാത്തിടത്ത് സ്നേഹമുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ ഹൃദയത്തിലിടമുണ്ട്, അവിടെ സമാധാനമുണ്ട്. ഭിന്നതയില്ലാത്തിടത്ത് സ്നേഹമുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ കാണാനുള്ള ആഗ്രഹമുണ്ട്, അവിടെ എന്തുണ്ട്? സമാധാനമുണ്ട്. അടുത്ത വായിച്ചേ. നിങ്ങളുടെ സ്നേഹം ജ്ഞാനത്തിലും വിവേകത്തിലും പരിജ്ഞാനത്തിലും ഉത്തരോത്തരം വർദ്ധിച്ചു വരണം. സ്നേഹം എന്ത് ചെയ്യണം? വർദ്ധിച്ചു വരണം. സ്നേഹം വർദ്ധിക്കണം. ചിലരുടെ വിവാഹമൊക്കെ കഴിയുമ്പോൾ ആദ്യ നാളുകളിൽ ഭയങ്കര സ്നേഹം. ഞാൻ ഈ യാത്രയൊക്കെ ചെയ്യും. ഞാൻ ഏറെ യാത്ര ചെയ്യുന്നൊരു മനുഷ്യന്. ഈ ട്രെയിനിലൊക്കെ ഞാൻ ട്രെയിൻ യാത്ര ചെയ്യും. ട്രെയിൻ യാത്ര കേരളത്തിന് പുറത്തുള്ള യാത്രയിലാണെങ്കിൽ എൻ്റെ സഹധർമ്മിണി എൻ്റെ കൂടെ കാണും. കേരളത്തിന് പുറത്ത്, കേരളത്തിനകത്ത് മാത്രമേ ഉള്ളൂ ഞാൻ തന്നിച്ച് യാത്ര ചെയ്യുന്നത്. കേരളത്തിന് പുറത്ത് പോകുമ്പോൾ എൻ്റെ ഭാര്യയെ കൂടെ കൊണ്ടുപോകും. ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ എന്നെ കൊണ്ടുവന്ന് പൊക്കി എടുത്ത് സീറ്റിലങ്ങ് ഇടും. ലോഡിങ് ആൻഡ് അൺലോഡിങ്ങേ ഉള്ളൂ എനിക്ക്. കയറ്റി കിടത്തും. എത്തേണ്ട സ്ഥാനത്താകുമ്പോൾ അൺലോഡ് ചെയ്യും. ലോഡിങ് ആൻഡ് അൺലോഡ് ചെയ്യും. അപ്പോൾ കിടന്നു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ ഒക്കത്തില്ല എനിക്ക്. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് എൻ്റെ സഹധർമ്മിണി കാണും. ഞാനിങ്ങനെ നല്ല ബെഡും ഒക്കെ വിരിച്ച് ഈ
കമ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ സുഖമായിട്ട് കിടക്കുമ്പോൾ ചിലതൊക്കെ കാണുമ്പോൾ എൻ്റെ ഭാര്യ എന്നെ ഒന്ന് കുലുക്കും. കാര്യം ഇവിടെ കുലിക്കെങ്കിൽ അറിയത്തുള്ളൂ, കാരണം എനിക്ക് ഇവിടെ ഉള്ളൂ ചലനശക്തി ഉള്ളത്, തൊട്ടാൽ അറിയുന്നത്. അതുകൊണ്ട് ഈ തോളത്ത് കുലുക്കും. തോളത്ത് കുലുക്കും. എനിക്ക് കാര്യം മനസ്സിലായി. എന്നറിയാമോ, ഞങ്ങളുടെ അപ്പുറത്തെ സീറ്റിലൊക്കെ ചില കല്യാണം കഴിഞ്ഞ് ആദ്യമായി യാത്ര ചെയ്യുന്ന ആളുകളുടെ ചില കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അവളെന്നെ എൻ്റെ ഭാര്യ കുലുക്കുന്നത്. അപ്പം ഞാൻ പറയടി കൊച്ചേ, ഇത് തുടക്കവാ, ആദ്യ നാളുകളാ. അപ്പം ഈ ആദ്യ നാളുകളിൽ ഭയങ്കര ക്ലൈമാക്സാ. ഇവിടെ കിട്ടിയോ? ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 26 വർഷമായി. പക്ഷെ ഓരോ ദിവസവും എൻ്റെ സ്നേഹത്തിൽ കുറവ് സംഭവിച്ചിട്ടില്ല, ഇടിവ് സംഭവിച്ചിട്ടില്ല. മറിച്ച് ആ സ്നേഹത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വർധനമാണ്. സ്നേഹം എന്ത് ചെയ്യണം? സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കണം, വർധനമുണ്ടാകണം. ഇപ്പോൾ ഒരിടത്തെ ഒരു ചോദ്യം ഇതുപോലെ സദസ്സ് ഞാൻ ചോദിച്ചു, ഒരു സ്നേഹത്തെ കൊല്ലാൻ എന്നാ വേണം? ഒരു കൊച്ചു മിടുക്കം പറഞ്ഞു, അച്ഛൻ എങ്ങും പോയി ചോദിക്കണ്ട, വിഷം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറയും, ഒരു സ്നേഹത്തെ കൊല്ലാൻ മറ്റൊരു സ്നേഹം കൊണ്ടേ. അതുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സ്നേഹം ഒരിക്കലും തണുക്കരുത്, സ്നേഹം കുറയരുത്. മറിച്ച് സ്നേഹം എന്ത് ചെയ്യണം? മേൽക്കുമേൽ വർദ്ധിച്ചു കൊണ്ടിരിക്കണം. ഞാൻ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ശിമോൻ പത്രോസിനോട് യേശു തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ശിമോനെ, നീ ഇവയ്ക്കധികമായി ഇവല്ലധികമായി എന്നെ നീ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ സ്നേഹം തണുത്തിട്ടുണ്ടോ, കുറഞ്ഞിട്ടുണ്ടോ? അവസാനം സഹികെട്ട് ശിമോൻ പത്രോസ് പറഞ്ഞു, എല്ലാം കർത്താവേ നീ എന്ന് പറഞ്ഞാൽ മറ്റാരേക്കാളും എന്തിനേക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പം ഞാൻ അത് കൺക്ലൂഡ് ചെയ്യുകയാണ്. പൗലോസ് അപ്പോസ്തലൻ 2 സ്ത്രീകളോട് പറയുക, ഒരു സ്ഥാപനത്തിലുള്ള 2 സ്ത്രീകളോട് പറയുക, നിങ്ങൾ ക്രിസ്തുവിൽ ഒരുമയോടെ ഒറ്റ ചിന്തയോടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടും. നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെങ്കിൽ നിങ്ങളുടെ സഭയ്ക്കകത്തെ സമാധാനം നഷ്ടപ്പെടും. അതുകൊണ്ട് സമാധാനം വേണമോ? ക്രിസ്തുവിൽ ഏകചിന്തയോടെ ഇരിക്കണം. അവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഭിന്നതയുള്ളിടത്ത് സ്നേഹമില്ല, സ്നേഹമില്ലാത്തിടത്ത് സമാധാനം ഇല്ല. ഭിന്നതയില്ലാത്തിടത്ത് സ്നേഹമുണ്ട്, അവിടെ ഹൃദയത്തിനകത്തൊരു സ്ഥാനമുണ്ട്, അവിടെ കാണാനുള്ള ആഗ്രഹമുണ്ട്, ആ സ്നേഹത്തിന് വർധനമുണ്ട്. അവിടെ എന്തുണ്ട്? സമാധാനമുണ്ട്. ശാന്തമായി ഒന്ന് ചിന്തിക്കുക, എൻ്റെ ഹൃദയത്തിൽ ആർക്കൊക്കെ സ്ഥാനമുണ്ട്? മറ്റൊരാളിനെ കാണാനുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടോ? എനിക്കൊരു വ്യക്തിയോടുള്ള സ്നേഹത്തിന് വർധനമുണ്ടോ? ആ സ്നേഹത്തിൽ തണുപ്പ് സംഭവിച്ചിട്ടുണ്ടോ? കുറവ് സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അവിടെ തന്നെ നിന്നുകൊണ്ട്, മനുഷ്യർക്ക് 2 ബന്ധമാണുള്ളത്. 3 ബന്ധമാണ്. അതിൽ ഒന്ന് മനുഷ്യനും തമ്മിൽ, മനുഷ്യനും ദൈവവും തമ്മിൽ, മനുഷ്യനും അവൻ അധിവസിക്കുന്ന പ്രകൃതിയും തമ്മിൽ. ഈ ബന്ധങ്ങളിൽ വിള്ളലുകൾ സംഭവിച്ചാൽ അവിടെ സ്വസ്ഥത നഷ്ടപ്പെടും, താളം നഷ്ടപ്പെടും. അപ്പം മനുഷ്യനും തമ്മിൽ ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. എന്നാൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോഴും മനുഷ്യന്റെ സ്വസ്ഥത നഷ്ടപ്പെടും. മനുഷ്യനും ദൈവവും തമ്മിൽ ബന്ധമുണ്ട്. ആ ബന്ധത്തിലും വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടും. ഇവിടെ ഇരിക്കുന്ന നമ്മൾ പലരും പുറമേ സ്വസ്ഥരാണെങ്കിലും അകത്ത് അസ്വസ്ഥതയുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ 2 തരത്തിലാണ്. ഒന്ന്, മനുഷ്യനും ബന്ധം നഷ്ടപ്പെടുക, ഞാനും ദൈവവുമായുള്ള ബന്ധത്തിലും വിള്ളലുകൾ സംഭവിക്കുക. ഇങ്ങനെ ദൈവത്തോടുള്ള ബന്ധത്തിൽ വിള്ളലുകൾ സംഭവിച്ചത് കൊണ്ട് സ്വസ്ഥത നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്
ദാവീദ് ആരാ? ദാവീദ് മ്ലേച്ഛകരമായൊരു പാപം ചെയ്തു. പാപം ചെയ്ത ഫലമായി അവൻ്റെ സ്വസ്ഥത പോയി. ഞാനതൊന്ന് വിവരിക്കാൻ പോവാണ്. 51-ാം സങ്കീർത്തനം വാക്യം 15. അവിടെ ഞാൻ തുടങ്ങാൻ പോവുകയാണ്. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണം. സത്യയോടെ ഇരിക്കുക. അധരങ്ങളെ തുറക്കണം. മ്ലേച്ഛകരമായ പാപം ചെയ്ത മനുഷ്യൻ പറഞ്ഞു, എൻ്റെ അധരത്തെ തുറക്കണം. അധരം തുറക്കണമെന്നൊരു മനുഷ്യൻ പ്രാർത്ഥിക്കണമെങ്കിൽ ഇവൻ്റെ എന്തോ അടഞ്ഞുപോയി. അയ്യോടാ, PK സക്കരിയാച്ചൻ ഭർത്താവിന് പറയാം, കർത്താവേ, എൻ്റെ അധരത്തെ തുറക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ എന്തോ അടഞ്ഞു, എൻ്റെ വായ അടഞ്ഞു എന്നാ അല്ലേ? സക്കരിയാച്ചൻ്റെ വായ അടയുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എൻ്റെ വായിൽ നിന്ന് പ്രസംഗം പോയെന്നാ അല്ലയോ? ഞാൻ പ്രസംഗിക്കുന്ന ഒരാളാണ്. പ്രസംഗം പോയെന്ന്, അല്ല കുർബാന പോയെന്ന്. അധരമടഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ്റെ അധരമടഞ്ഞു, വായടഞ്ഞു പോയി, അധരമടഞ്ഞു. ദാവീദിനെ സംബന്ധിച്ചോളം അധരമടയുക എന്ന് പറയുന്നത്, ദാവീദ് ഇസ്രായേലിലെ മധുര ഗായകനാണ്. അപ്പോൾ അവൻ്റെ അധരമടയുക എന്ന് പറയുമ്പോൾ അവൻ്റെ വായിൽ നിന്ന് എന്തു പോയി? പാട്ട് പോയി. എന്തോ പോയി? അപ്പം പാപം വന്നപ്പോൾ അവൻ്റെ അധരമടഞ്ഞു എന്ന് പറയുമ്പോൾ അവൻ്റെ നാവിൽ നിന്ന് പാട്ട് പോയി. ഹൃദയത്തിനകത്തൊരു മ്യൂസിക് ഉണ്ടെങ്കിലേ നാവിൽ എന്ത് വരത്തുള്ളൂ? പാട്ട് വരത്തുള്ളൂ. ഹൃദയത്തിനകത്ത് സംഗീതമുള്ളവന് മാത്രമേ നാവിൽ എന്ത് വരത്തുള്ളൂ? പാപം ജീവിതത്തിൽ സംഗീതം നഷ്ടപ്പെടുത്തും. അവൻ്റെ പാട്ട് പോയി, അധരം അടഞ്ഞു. ഇനിയും വായിക്കാം. 8-ാമത്തെ വാക്യമാണ്. സന്തോഷവും ആനന്ദവും എനിക്ക് കേൾക്കുമാറാകണം. ഒരാൾ കേൾക്കുമാറാകണമെന്ന് പറയുമ്പോൾ ഇവൻ എന്തോ അടഞ്ഞു? ഇവിടെ PK സക്കരിയാച്ചോ, ഞങ്ങൾക്ക് കേൾക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്തോ അടഞ്ഞെന്നർത്ഥം? ചെവി അടഞ്ഞു. ഇപ്പൊ ഏത് ഡോക്ടറെ കാണുന്നു? ENT കാണുന്നു. അപ്പൊ മുഖത്ത് 2 എണ്ണം പോയി, വായും പോയി, ചെവിയും പോയി. കേൾക്കാതെ ആസ്വദിക്കാൻ ഒക്കുമോ? അപ്പൊ ചുരുക്കത്തിൽ ഇവന്റെ ചെവി അടഞ്ഞപ്പോൾ ഇവന്റെ എന്ത് നഷ്ടപ്പെട്ടു? ആസ്വാദനം നഷ്ടപ്പെട്ടു. ആസ്വാദനം. അപ്പം പാപം ജീവിതത്തിന്റെ എന്ത് നഷ്ടപ്പെടുത്തും? ആസ്വാദനം നഷ്ടപ്പെടും. വായടഞ്ഞു. ഇപ്പോൾ എന്തടഞ്ഞു? ചെവിയും പോയി. ഇപ്പൊ മുഖത്തുള്ള 2 എണ്ണം പോയി, വായും പോയി, ഇപ്പോൾ സംഗീതം പോയി, പറ, ആസ്വാദനം പോയി. മറ്റൊന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 3-ാമത്തെ വാക്യം. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ എന്തോ ഉണ്ട്. ശ്രദ്ധയോടെ കേൾക്കണം ഞാൻ പറയുന്നത്. കണ്ണ് തുറന്നാൽ കാണുന്നത് എന്താ? ചെയ്ത വൃത്തികേടാ. നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരിക്കും? നമ്മളൊരു പാപം ആവേശത്തോടെ അങ്ങ് ചെയ്യും. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആവേശത്തോടെ അങ്ങ് ചെയ്യും. പക്ഷെ നോർമൽ സെൻസുള്ള ഒരാൾ രണ്ടാമതൊന്നുകൂടെ അത് കാണാൻ പോത്തില്ല. അപ്പോൾ അത് പിന്നെ നമ്മുടെ മുമ്പിലോട്ട് വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ നമ്മൾ കണ്ണങ്ങ്. അപ്പൊ ചെയ്ത പാപം എപ്പോഴും മുമ്പിലിരിക്കുക. അപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ ഇവൻ എന്തോ അടച്ചു? കണ്ണടച്ചു. അപ്പോൾ വായും പോയി, ചെവിയും പോയി, അല്ലേ? ഞാൻ ചെയ്ത പാപങ്ങൾ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ. കണ്ണ് തുറന്നാൽ കാണുന്നത് ചെയ്ത വൃത്തികേടാണ്. അപ്പൊ എന്തോ പോയി? അപ്പൊ എന്തോ അടച്ചു? കണ്ണും അടച്ചു. അപ്പോൾ എന്തോ പോയി? കാഴ്ച നഷ്ടപ്പെട്ടു. വിഷൻ, ദർശനം നഷ്ടപ്പെടുക. മനസ്സിലായോ? പാപം ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ അവന്റെ സംഗീതം നഷ്ടപ്പെടും, അവന്റെ ആസ്വാദനം നഷ്ടപ്പെടും, അവന്റെ ദർശനം നഷ്ടപ്പെടും.